എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളവരെ നമുക്ക് നോക്കാം. ക്ലോസ് ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നെടുക്കാം കേട്ടോ. ക്വസ്റ്റ്യനിൽ എക്സസൈസ് 8 നമുക്ക് നോക്കാം. ഇതിൽ ബാർ ചാർട്ടും നെറ്റ്വർക്ക് ഡയഗ്രവും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീ ഫ്ലോട്ടും ടോട്ടൽ ഫ്ലോട്ടും കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷനുണ്ട്. അതിൻ്റെ പ്രെഡിസിസറും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിമവേറ P6 ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ P6 എന്ന സെർച്ച് ബട്ടണിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണാം ഇവിടെ P6 വിഷ്വലൈസറൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് P6 പ്രൊഫഷണലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഒരു യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ലാബിലെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇത് തുറന്നിരിക്കുന്നത് പ്രോജക്ട്സ് എന്ന് പറയുന്ന ടാബാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എങ്ങനെ എടുക്കുന്ന വരെ നമുക്ക് നോക്കാം. ഇത് ഞാൻ ക്ലോസ് ചെയ്യുവാണ്. നമ്മൾ എൻ്റർപ്രൈസിൽ ചെല്ലുക, അവിടെ പോയി പ്രോജക്ട്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ യെല്ലോ പിരമിഡ് ഷേപ്പിൽ കാണുന്നത് അത് CCET അല്ലേ, കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതിൻ്റെ കീഴിൽ സിവിൽ എഞ്ചിനീയറിംഗ് CE, പിന്നെ ME. പിരമിഡ് ഷേപ്പിൽ കാണുന്നതെല്ലാം EPS നോഡുകളാണ്, എൻ്റർപ്രൈസ് പ്രോജക്റ്റ് സ്ട്രക്ചർ നോഡ്. നമ്മളൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നോഡിൻ്റെ കീഴിലായിരിക്കും നമ്മളത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്കൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഫയലിൽ ചെല്ലുക. ഫയലിൽ ചെന്ന് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂവിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഏത് EPS നോഡിൻ്റെ കീഴിലാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ളൊരു നോഡ് കിടക്കുന്നത്. എനിക്കത് മാറ്റി സിവിൽ എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് വരാം. അവിടെ പോയി അത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പ്ലസ് ബട്ടൺ കേട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് ഗ്രീൻ കളറിലുള്ള പ്ലസ് ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരു പ്രോജക്റ്റ് ID കൊടുക്കണം. അതൊരു യുണീക്ക് ID ആയിരിക്കണം. പ്രോജക്റ്റിൻ്റെ പേര് താഴെയും കൊടുക്കണം. അപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ ലാബ്, നമുക്കൊരു പുതിയൊരു സോഫ്റ്റ്വെയർ ലാബ് ക്രിയേറ്റ് ചെയ്യാനൊരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോജക്റ്റ് ID യുണീക്കായിട്ട് ഞാനതിന് SL എന്ന് ഞാൻ പേരിടുക. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. യുണീക്ക് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഫിനിഷ് ബട്ടൺ ഞെക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗിന് കീഴിൽ സോഫ്റ്റ്വെയർ ലാബ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതെനിക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓപ്പൺ പ്രോജക്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇത് ഞാൻ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വീണ്ടും എൻ്റർപ്രൈസിൽ ചെല്ലുക, പ്രോജക്ട്സ് ക്ലിക്ക് ചെയ്യുക. പ്രോജക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ സോഫ്റ്റ്വെയർ ലാബ് ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അത് ഞാൻ പോയി ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ആക്ടിവിറ്റി ID, ആക്ടിവിറ്റി നെയിം, ഒറിജിനൽ ഡ്യൂറേഷൻ, പ്രെഡിസിസർ, ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലൊരു എന്തോ ഒരു സാധനം കുറേ ഡേറ്റ് ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനകത്ത് എനിക്ക് പുതിയ ആക്ടിവിറ്റീസ് എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ റൈറ്റ് സൈഡിൽ ആ പ്ലസ് ബട്ടൺ ഞാൻ ഞെക്കുവാണെങ്കിൽ എനിക്ക് പുതിയ ആക്ടിവിറ്റി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ ഇൻസേർട്ട് ബട്ടൺ ഞെക്കിയാൽ എനിക്ക് പുതിയ ആക്ടിവിറ്റി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പ്ലസ് ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് ഇവിടെ പുതിയ ആക്ടിവിറ്റി വരും. ഇവിടെ ആക്ടിവിറ്റി ID ഉണ്ട്, ആക്ടിവിറ്റി നെയിം ഉണ്ട്, ഒറിജിനൽ ഡ്യൂറേഷൻ ഉണ്ട്, പ്രെഡിസിസർ ഉണ്ട്, ഫ്രീ ഫ്ലോട്ടും ഉണ്ട്, ടോട്ടൽ ഫ്ലോട്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റർ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? എനിക്ക് A മുതൽ F വരെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ ഡ്യൂറേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി ഞാൻ A എന്ന് കൊടുത്തു. പിന്നെ എനിക്ക് B, C, D, E, F വരെയുള്ള ആക്ടിവിറ്റീസ് വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പേര് നെയിമാണ് മാറ്റുന്നത്, ID അല്ല മാറ്റുന്നത് കേട്ടോ. അപ്പോൾ A കൊടുത്തു, B, പിന്നെ C, D, E ആൻഡ് F ആ ആക്ടിവിറ്റീസ് എല്ലാം കൊടുത്തു. പിന്നെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് Aയുടെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ 5 ആണ്, B 10, C 5 ആണ്, D 15, E 12, F 10 ഓക്കെ, അപ്പോൾ ആ ഡ്യൂറേഷൻ നമ്മൾ എൻ്റർ ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുക 5, 10 ഇതെല്ലാം നമ്മൾ എൻ്റർ ചെയ്തു. പ്രെഡിസിസേഴ്സ് ആണ്. ഓക്കെ, പ്രെഡിസിസർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ആക്ടിവിറ്റി Aക്ക് പ്രെഡിസിസർ ഒന്നുമില്ല. Bയുടെയും Cയുടെയും പ്രെഡിസിസർ A ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ വന്ന് പ്രെഡിസിസർ അല്ലേ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. പ്രെഡിസിസറിൽ നമ്മൾ Aക്ക് നമുക്കൊന്നും എൻ്റർ ചെയ്യാനില്ല. Bയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. Bയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഈ വിൻഡോയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏതാണ് അതിൻ്റെ പ്രെഡിസിസർ എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ A ആണ് അതിൻ്റെ പ്രെഡിസിസർ. അത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ A അവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഞാനിതൊന്ന് തൽക്കാലം ക്ലോസ് ചെയ്യുകയാണ്. താഴെ എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട റൈറ്റ് സൈഡിൽ എനിക്കൊരു ബാർ ചാർട്ട്, ഒരു ഗാൺ ചാർട്ട് എനിക്ക് വരുന്നുണ്ട്.
താഴെ എനിക്ക് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവിലേക്ക് പോവുക കേട്ടോ. കാണേണ്ട വ്യത്യാസങ്ങളൊക്കെ വ്യൂവിൽ ചെല്ലുക. ഷോ ഓൺ ബോട്ടത്തിൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടാബുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അതില്ലെങ്കിൽ എല്ലാം വർക്ക് ചെയ്യും, പക്ഷേ നമുക്കൊരു എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആക്ടിവിറ്റി ബി അല്ലെ, ആക്ടിവിറ്റി ബിയുടെ പ്രെഡിസിസർ ആരാണ്, എ ആണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. ഫിനിഷ് സ്റ്റാർട്ട് റിലേഷൻഷിപ്പാണ് കൊടുത്തിരിക്കുന്നത്, ഡിഫോൾട്ടായിട്ട് വരുന്നത്. തൽക്കാലം നമ്മളത് നോക്കുന്നില്ല. ഇനിയിപ്പോൾ ആക്ടിവിറ്റി സിയുടെ കേസിൽ ആരാണ് പ്രെഡിസിസർ, വീണ്ടും എ ആണ്. അത് നമ്മൾ പ്ലസ് ബട്ടൺ കൊടുത്തു. ഇനി ആക്ടിവിറ്റി ഡിയുടെ കേസിലാണെങ്കിൽ ആക്ടിവിറ്റി ഡിക്ക് ബി ആണ് പ്രെഡിസിസർ. ഓക്കെ, അപ്പോൾ ഞാനത് അബദ്ധത്തിൽ ഞാൻ ബിക്ക് പകരം എ എന്ന് കൊടുത്തു വിചാരിച്ചു. ബിക്ക് പകരം എ എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ അത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, റെഡ് ബട്ടൺ ഞെക്കിയാൽ മതി. അപ്പോൾ അതങ്ങ് പൊയ്ക്കോളും. ആർ യു ഷ്യൂർ യു വാണ്ട് ടു ഡിലീറ്റ് ചെയ്തോളാൻ പറയണം. ഓക്കെ, ഏത് സമയത്താണെങ്കിലും നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി എടുക്കുക. ഇപ്പോൾ എനിക്കിവിടെ എക്ക് ഡിലീറ്റ് ചെയ്യാൻ ഇല്ല, കാര്യം എ സെലക്റ്റഡ് അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് ശരിക്കുമുള്ള പ്രെഡിസിസർ ഡി ആണ്. അപ്പോൾ ഞാൻ ഡി ക്ലിക്ക് ചെയ്തു, ഞാൻ പ്ലസ് ചെയ്തു. ഓക്കെ, ഇനി ആക്ടിവിറ്റി ഇയുടെ കേസിലാണെങ്കിൽ ആക്ടിവിറ്റി ഇയുടെ പ്രെഡിസിസർ സി ആണ്. അപ്പോൾ സിയിൽ ക്ലിക്ക് ചെയ്തു, പ്ലസ് അടിച്ചു. എഫിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിന് 2 പ്രെഡിസിസേഴ്സ് ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ ഡി നമ്മൾ ക്ലിക്ക് ചെയ്ത് പ്ലസ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഇയും ക്ലിക്ക് ചെയ്ത് നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രെഡിസിസേഴ്സ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ ബട്ടൺ ചെയ്യാനായിട്ട് നമ്മൾ F9 നമ്മൾ ഞെക്കിയാൽ മതി കേട്ടോ. ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നമ്മൾ F9 ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ബട്ടൺ കിട്ടും. അല്ലെങ്കിൽ മേളിൽ ഒരു ക്ലോക്കിൻ്റെ സിമ്പിളുണ്ട് കേട്ടോ. ആ ക്ലോക്കിൻ്റെ സിമ്പിളിൽ ഞെക്കിയാൽ നമുക്ക് വരും. അതിൻ്റെ ഇവിടെ ഈ ഗ്രീൻ കളറിൽ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, ഷെഡ്യൂൾ അല്ലേ. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വായിച്ച് നോക്കാം. തൽക്കാലം നമ്മൾ ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അവർ നമ്മുടെ വാല്യൂസൊക്കെ എടുത്ത് നമുക്ക് ഡേറ്റ തന്നു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എ ബി ഡിയും എഫും ഒക്കെ എന്താണ് നമുക്ക് മനസ്സിലായത്, ഇത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ ഫ്രീ ഫ്ലോട്ടും ടോട്ടൽ ഫ്ലോട്ടും ഒക്കെ നമുക്കിവിടെ കിട്ടും അല്ലേ. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോളം എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങാനും ടോട്ടൽ ഫ്ലോട്ട് ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചു. ടോട്ടൽ ഫ്ലോട്ട് ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ വരുത്തിയേനെ, അല്ലെങ്കിൽ ഒറിജിനൽ ഡ്യൂറേഷൻ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ വരുത്തിയേനെ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം കാണുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കാണാനായിട്ട് നമ്മൾ എവിടെയാണ് പോകേണ്ടത്, വ്യൂവിലേക്ക് പോകണം. വ്യൂവിനകത്ത് താഴെ ആരോ കൊടുത്ത് കോളംസ് എന്ന് പറഞ്ഞ ഇതിലേക്ക് നമ്മൾ ചെല്ലുന്നു. കോളത്തിനകത്ത് നമുക്ക് ഏതാണ്, നമുക്കിപ്പോൾ ടോട്ടൽ ഫ്ലോട്ട്, ഇപ്പോൾ നിങ്ങൾ നോക്കി ലെഫ്റ്റിൽ അവൈലബിൾ ഓപ്ഷൻസും റൈറ്റിൽ സെലക്റ്റഡ് ഓപ്ഷൻസും ആണുള്ളത്. ഇപ്പോൾ സെലക്റ്റഡ് ഓപ്ഷൻസിൽ ഈ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെയാണ് ഇതിവിടെ മേളിൽ നമ്മുടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ഫ്ലോട്ട് എനിക്ക് വേണ്ട എന്ന് എനിക്ക് ഏതൊരു സന്ദർഭത്തിൽ തോന്നുവാണ്. അപ്പോൾ ഞാനത് ലെഫ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സെലക്റ്റഡ് ഓപ്ഷൻസിൽ അതില്ല. ഞാൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് ഇപ്പോൾ ഇവിടുന്ന് ടോട്ടൽ ഫ്ലോട്ട് പോയി അല്ലേ. എനിക്ക് പിന്നീട് എപ്പോഴും എനിക്കത് തോന്നുവാണ്, എനിക്കത് വേണം എന്ന് തോന്നുവാണ്. അപ്പോൾ നമുക്ക് അറിയത്തില്ല ഈ അവൈലബിൾ ഓപ്ഷൻസിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് എവിടെ എത്തേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ഓപ്ഷൻസിൽ പോവുക, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫൈൻഡ് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എനിക്ക് വേണ്ട വേരിയബിളിൻ്റെ പേര് ഞാനങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. ടോട്ടൽ ഫ്ലോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക, ഡൗൺ താഴേക്ക് സെർച്ച് ചെയ്യാൻ പറയും, ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ ഇതിവിടെ ഹൈലൈറ്റ് ചെയ്ത് ഇത് ഞാൻ റൈറ്റിലേക്ക് ഞാൻ കൊടുക്കുക. റൈറ്റിലേക്ക് വന്ന് ഇവിടെ ടോട്ടൽ ഫ്ലോട്ട് വന്നു. എനിക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും മാറ്റാം. ഫ്രീ ഫ്ലോട്ടിന് മുമ്പ് ടോട്ടൽ ഫ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ആരോ കീ ഉപയോഗിച്ച് ഞാൻ അങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഫ്രീ ഫ്ലോട്ട് ടോട്ടൽ ഫ്ലോട്ടും വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ അവിടെ വെച്ച് എനിക്ക് പൊസിഷൻ മാറ്റായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ടോട്ടൽ ഫ്ലോട്ടിനെ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവിടുകയാണെങ്കിലും എൻ്റെ ഓർഡർ റെഡിയാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ അറിയാം, ഇനി ടോട്ടൽ ഫ്ലോട്ടിനെ ഞാൻ 1-2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ABCDEFൻ്റെയൊക്കെ ഓർഡർ മാറിപ്പോയി. അത് ഓർഡർ മാറാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ടോട്ടൽ ഫ്ലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ എന്താ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഡിക്രീസിങ് ഓർഡറിൽ ടോട്ടൽ ഫ്ലോട്ട് ഡിക്രീസിങ് ഓർഡറിൽ ഇവിടെ കാണിച്ചിരിക്കുകയാണ് 88000. ഒന്നുകൊണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിലേക്ക് മാറും 00088. അപ്പോൾ അത് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ആക്ടിവിറ്റി നെയിം ഇപ്പോൾ ഓർഡറിലല്ലാതെയായി. ആക്ടിവിറ്റി നെയിമിൻ്റെയോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ID ബേസിൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇൻക്രീസിങ് ഓർഡറിലാണ്, ഇപ്പോൾ ഡിക്രീസിങ് ഓർഡറാണ്. അപ്പോൾ അതനുസരിച്ച് മാറും, ഗ്രാഫും എല്ലാം മാറും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഇനി നമുക്കുള്ള ഒരു ചോദ്യത്തിന് ഒരു ഭാഗം കൂടെ ഉള്ളത്, നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം വേണം എന്നുള്ളതാണ് അല്ലേ. വ്യൂവിനകത്ത് എനിക്ക് ഇനിയിപ്പോൾ വ്യൂ ഓൺ ഷോ ഓൺ ടോപ്പ് ബോട്ടത്തിനകത്ത് എനിക്ക് ഒന്നും വേണ്ട, എല്ലാം കളയുക. പിന്നെ എനിക്ക് മേളിൽ കാണേണ്ടത് എനിക്ക് ആക്ടിവിറ്റി നെറ്റ്വർക്ക് കാണണം എന്നാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി നെറ്റ്വർക്കിൽ ഇപ്പം നോക്കിയേ, ഈ A100 അതിൻ്റെ പ്രോജക്റ്റ് ID ആണ്, പിന്നെ അതിൻ്റെ ഡ്യൂറേഷനുണ്ട്, പ്രോജക്റ്റ് നെയിമുണ്ട്, ഫ്രീ ഫ്ലോട്ടും ടോട്ടൽ ഫ്ലോട്ടും കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ ഓർഡറൊക്കെ ഒന്ന് മാറ്റണം, എനിക്ക് പ്രോജക്റ്റ് ID ഒന്നും എനിക്ക് കാണേണ്ട താല്പര്യം ഇല്ല എന്നാണെങ്കിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഓപ്ഷൻസ് എടുക്കുക. ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഓപ്ഷൻസിനകത്ത്
ഏറ്റവും മേളിൽ ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതെനിക്കെടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ബോക്സ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. ആക്ടിവിറ്റി ഐ ഡി ഇല്ലേ, അത് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒറിജിനൽ ഡ്യൂറേഷൻ ഉണ്ട്, ഫ്രീ ഫ്ലോട്ടും ഉണ്ട് അല്ലേ. ഇപ്പോൾ കിടക്കുന്ന എന്താ, ഒറിജിനൽ ഡ്യൂറേഷൻ ഫ്രീ ഫ്ലോട്ട് മേളിൽ, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ആക്ടിവിറ്റി നെയിം ഉണ്ട്, താഴെ ടോട്ടൽ ഡ്യൂറേഷനും ഉണ്ട്. എനിക്ക് അത് മാറ്റണം. ഓക്കെ, എനിക്ക് ഈ ഒറിജിനൽ ഡ്യൂറേഷൻ അല്ലേ, ഫ്രീ ഫ്ലോട്ടിനെയും ടോട്ടൽ ഫ്ലോട്ടും കൂടെ എനിക്ക് ഒരുമിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഒറിജിനൽ ഡ്യൂറേഷനെയും ആക്ടിവിറ്റി നെയിമും കൂടെ എനിക്ക് ഒരുമിച്ച് കൊണ്ടുവരണം. അപ്പോൾ ആക്ടിവിറ്റി നെയിം പകുതി സ്ഥലമേ എടുക്കാവുള്ളൂ, അപ്പോൾ 50% സ്പേസ് ഞാനും കൊടുക്കുവാണ്. ഓക്കെ, പിന്നെ ഒറിജിനൽ ഡ്യൂറേഷൻ്റെ ഹൈറ്റ് ഞാൻ 2 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ ഒറിജിനൽ ഡ്യൂറേഷൻ വന്നു, റൈറ്റിൽ ആക്ടിവിറ്റി നെയിം വന്നു. ഓർഡർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. ഷിഫ്റ്റ് അപ്പ് കൊടുത്തു, അപ്പോൾ ആക്ടിവിറ്റി നെയിം ലെഫ്റ്റിൽ വന്നു, ആക്ടിവിറ്റി ഡ്യൂറേഷൻ റൈറ്റിൽ വന്നു. അതിൻ്റെ താഴെ ഫ്രീ ഫ്ലോട്ട് 50% സ്ഥലമെടുക്കും, ടോട്ടൽ ഫ്ലോട്ടും 50% സ്ഥലമെടുക്കും. ഓക്കെ, ആക്ടിവിറ്റി നെയിം ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇച്ചിരി കൊണ്ട് നീണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു 75% കൊടുക്കുവാണ്. ഒറിജിനൽ ഡ്യൂറേഷൻ ഞാനൊരു 25% ഞാൻ സ്ഥലം കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഈ ബോക്സിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്, ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ട എൻ്റെ ആക്ടിവിറ്റി നെയിം അല്ലേ വലിയ ബോക്സിലുണ്ട്, അപ്പുറത്ത് ഡ്യൂറേഷനുണ്ട്, താഴെ ഫ്രീ ഫ്ലോട്ടും പിന്നെ ടോട്ടൽ ഫ്ലോട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട ഓപ്ഷൻസ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രമാണ്. നെറ്റ്വർക്ക് ഡയഗ്രാം ഇവിടെ നമുക്ക് കിട്ടി. ഇനി എനിക്ക് കാണേണ്ടിയിരുന്നത്, എനിക്ക് എൻ്റെ വ്യൂ ഓൺ ടോപ്പിൽ എനിക്ക് എൻ്റെ ഗാൺ ചാർട്ടായിരുന്നു കാണേണ്ടിയിരുന്നത്. എനിക്ക് ഇപ്പോൾ ഗാൺ ചാർട്ട് കാണാം. ഫ്രീ ഫ്ലോട്ട് കിട്ടി, ടോട്ടൽ ഫ്ലോട്ട് കിട്ടി, ടോട്ടൽ ഡ്യൂറേഷൻ അല്ലേ, ഒറിജിനൽ ഡ്യൂറേഷൻ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.